പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അഞ്ചുമലപ്പാറയിലേക്കാണ്. അഞ്ചുമലപ്പാറ എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയ്ക്കും പത്തനംതിട്ട ജില്ലയ്ക്കും ഇടയ്ക്കുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്, ഒരു 5:30-5:45 ആയപ്പോൾ ഇറങ്ങിയതാണ്. പക്ഷേ യാത്ര തുടങ്ങാൻ നേരം ആയപ്പോഴത്തേനും താമസിച്ച്. ഇപ്പോൾ ഏതാണ്ട് 6:30 കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴി കണ്ടും സംസാരിച്ചും പോവാം. എന്തായാലും ഇവിടുന്ന് പോവാം. ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് മഞ്ഞ് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ യാത്ര പോകുമ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കാറുണ്ട്. കാരണം രാവിലെ എഴുന്നേറ്റാൽ മാത്രമേ ഇതേപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റൂ. നല്ല മഞ്ഞും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു നമ്മുടെ യാത്രയുടെ ആ ഒരു ഫീല് തന്നെ വേറെയാവും ഇതേപോലുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ രാവിലെ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുന്നത്. പക്ഷെ എന്തൊക്കെയായാലും കുറച്ചൊക്കെ ലേറ്റാവും. നമ്മളിപ്പോൾ ഏകദേശം കൊട്ടാരക്കര എത്തിയിട്ടുണ്ട്. നേരെ പോകുമ്പോഴാണ് കൊട്ടാരക്കരയിലോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ കുറച്ചുകൂടി സിമ്പിളായിട്ടൊരു റൂട്ട് പിടിച്ചാണ് പോകുന്നത്. കൊട്ടാരക്കര ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയം കൂടെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേറെ ഷോർട്ട് കട്ടുണ്ട്. ഞാൻ സ്ഥിരം പോകുന്നത് ഈ വഴിയാണ്. കൊട്ടാരക്കര കയറാറില്ല. ഈ വഴി പോയി കഴിഞ്ഞാൽ തിരക്കുമില്ല, അതേപോലെ ട്രാഫിക്കിലും കിടക്കണ്ട, പിന്നെ പെട്ടെന്ന് സ്ഥലത്ത് എത്തുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഈ വഴി തന്നെയാണ് പോകാറ്. നമ്മൾ കൊട്ടാരക്കര സിഗ്നലിൽ കിടന്ന് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് വന്നാലും ഈ ഒരു മെയിൻ റോഡിൽ തന്നെയാണ് വന്ന് കയറുന്നത്. ഇതാണ് മെയിൻ റോഡ്. നമ്മൾ മറ്റേ ആ ഒരു ബൈ റൂട്ട് വന്നാലും ഇവിടെ തന്നെയാണ് വന്ന് കയറുന്നത്. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ അത്രയും നേരം സിഗ്നൽ വേസ്റ്റ് ചെയ്യുന്ന സമയം. അപ്പോൾ പിന്നെ ഈ വഴി പോകാമെന്ന് വിചാരിച്ചു. അതാ പിന്നെ ഇങ്ങനെ പോകുന്നത്. നമ്മളിപ്പോൾ മൈലം എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന വഴി അതാണ്. ആ വഴി നേരെ വന്നിട്ട് ഇത് ശരിക്കും മെയിൻ റോഡാണ്. നമ്മൾ പത്തനംതിട്ട പിന്നെ തിരുവനന്തപുരം ഒഴികെ ബാക്കി എല്ലാ ജില്ലയിലേക്കും പോകാനായിട്ട് ഈ ഒരു വഴി പോകാം. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ആ വഴി നേരെ വലത്തോട്ട്. അപ്പോൾ നേരെ പട്ടാഴിയിലോട്ട് പോകും. പട്ടാഴി ചെന്നിട്ടാണ് പിന്നെ അഞ്ചുമലയിലേക്ക് പോകുന്നത്. ഞാൻ മിക്കപ്പോഴും കോളേജിലേക്ക് പോകുന്നത് ഈ ഒരു വഴിയാണ്. അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, മെയിൻ റോഡിലെ പോലെ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ വഴിയില്ല. പിന്നെ ഇതൊരു ഷോർട്ട് കട്ടാണ്. രണ്ടാമത്തത്, ഈ ഒരു വഴിയുടെ ഭംഗിയാണ്. ഈ കാണുന്ന കാഴ്ചകളൊക്കെയാണ്. ഞാൻ എത്ര തവണ ഈ ഒരു വഴി പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരിക്കൽ പോലും എനിക്കൊരു മടുപ്പ് തോന്നിയിട്ടില്ല. ഒരുപാട് വളവും തിരിവുകളും ഉള്ള വഴിയാണിത്. പേഴ്സണലി എനിക്ക് ബൈക്ക് കോർണർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ ഒരു വഴിയോടുള്ള എൻ്റെ ഇഷ്ടം കൂട്ടിയിട്ടേ ഉള്ളൂ. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സമയമോ കാലമൊന്നുമില്ല. ഏത് സമയം ഇവിടെ നല്ല ഭംഗിയാണ്. ഇന്നലെ രാത്രി പെയ്ത മഴയുടെ ഒരു എഫക്റ്റാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ. മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു ഇടയ്ക്കൂടെ മരങ്ങളുടെ ചെറിയൊരു പച്ച നിറത്തി ഇങ്ങനെ കാണുന്നത് കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം ഈ ഒരു വഴിയുടെ ഞാൻ പറഞ്ഞ ആ ഒരു ഭംഗി എന്താണെന്ന്.
ഇതാണ് അഞ്ചുമലപ്പാറയ്ക്ക് മുമ്പായിട്ടുള്ള അവസാനത്തെ ഏറ്റവും വലിയ ജംഗ്ഷൻ, പട്ടാഴി. ഇവിടുന്ന് വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടുന്നത്. ആ കാണുന്ന വഴി നേരെ പോയി കഴിഞ്ഞാൽ പട്ടാഴി അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു മലയുണ്ട്. പക്ഷേ ഇന്നലത്തെ ആ ഒരു മഴയുടെ എഫക്റ്റ് കാരണം ഇറങ്ങിയ മഞ്ഞിൽ ആ ഒരു മല മൊത്തം മൂടിപ്പോയി. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഒരു മല അവിടെ ഉണ്ടായിരുന്നതായിട്ട് പോലും അറിയാൻ പറ്റുന്നില്ല. അത് അങ്ങോട്ടാണോ പോകുന്നത്? അഞ്ചുമലപ്പാറ പോകാൻ. അഞ്ചുമലപ്പാറ. ആ, ഇത് നടപടിയാണ്. അവസാനം 1-2 ആൾക്കാരോട് ചോദിച്ചതിന് ശേഷമാണ് അഞ്ചുമലപ്പാറയിലേക്ക് പോകാനുള്ള ശരിക്കുമുള്ള വഴി കണ്ടുപിടിച്ചത്. ഈ കാണുന്ന കാഴ്ചകളൊന്നും ചെറിയ പ്രതീക്ഷയൊന്നുമല്ല തരുന്നത്. കാരണം അത്രത്തോളം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഒരിക്കലും വെറുതെ ആവില്ല എന്ന് പ്രതീക്ഷിക്കാം. അതല്ല, വണ്ടി എവിടെ കയറി ചെല്ലും? വണ്ടി അങ്ങ് വരച്ച് പോവുകയല്ല. ഇല്ല, താഴെ വെച്ച് നടന്നു താഴെ വെച്ചിട്ട് തന്നെ. അപ്പോൾ താഴെ ചെന്നിട്ട് വലത്തോട്ട് ഇവിടെ അങ്ങ് താഴെ ചെല്ലുമ്പോൾ ഒരു കലമുണ്ട്. ഒരു തോട്ടിലെ ഒരു പാലമുണ്ട്, നിലവും എല്ലാം കൂടെ വരുന്നത്. അവിടെ ചെല്ലുമ്പോൾ വണ്ടി വലത്തോട്ട് പോകും. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ചില പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ശരി. അങ്ങനെ അഞ്ചുമലപ്പാറ പോകാനുള്ള അവസാനത്തെ വഴി നമ്മൾ കണ്ടുപിടിച്ചു. റോഡ് കുറച്ച് മോശമാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. അങ്ങോട്ട് മേലോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി വെക്കാൻ പാടായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഈ വഴി എങ്ങനെ പോകും? ഓഫ് റോഡ്. നമുക്ക് ചേട്ടോ ഇവിടെ ആയിട്ട് വണ്ടി വെച്ചാലോ? ചെറുതായിട്ട് പണിപാട് പോലെ തോന്നുന്നു. ഇതാ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ വീഴൂ. അങ്ങനെ അവസാനം നമ്മൾ അഞ്ചുമലപ്പാറയുടെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഈ വഴി നടന്ന് കയറി പോകണം.
വണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും കല്ലൊക്കെ വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്, വീഴാതിരുന്നാൽ കൊള്ളാം. പൊട്ടൻ്റെയൊക്കെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് മിക്കവാറും അറിയാം. കാണുന്നതല്ല, നല്ലൊരു ഇറക്കുക, വണ്ടി പോയാൽ അങ്ങ് പോവും. ഫസ്റ്റ് ഇട്ടിട്ടേക്കുവാ, കുഴപ്പമില്ല. അവിടെ ഒരാളിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ വേറെ ഒരാളെയും കൂടെ കൂട്ടിയിട്ടൊരു റൈഡ്. ഈ വഴി ആദ്യം ഞങ്ങൾ വണ്ടി ഓടിച്ച് കയറ്റാൻ നോക്കിയതാണ്. പക്ഷേ വണ്ടി ഓടിച്ച് കയറ്റി കഴിഞ്ഞാൽ നല്ല പാടാണ്. പ്രത്യേകിച്ച് മഴ പെയ്ത് മണ്ണൊക്കെ കുഴഞ്ഞ് കിടക്കുക, എങ്ങും വണ്ടി വെക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് എൻ്റെ വണ്ടിയിലാണെങ്കിൽ സ്റ്റാൻഡിന് നല്ല ചരിവുണ്ട്. ഈ വഴിയൊക്കെ ഓടിച്ച് കയറ്റാൻ കുഴപ്പമൊന്നുമില്ല, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെ ഉണ്ട്. പക്ഷേ എവിടെ കൊണ്ട് വെക്കും എന്നുള്ളതാണ് ഡൗട്ട്. ഇന്നിവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. സാധാരണ ഇവിടിപ്പം കുറച്ച് മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോഴത്തേന് നല്ല തിരക്കാണ്. കാരണം അത്രയും കിടിലം വ്യൂ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അതെ, എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഇന്ന് പക്ഷേ ആരുമില്ല, ഞാനും പുള്ളിക്കാരന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സമാധാനമായിട്ട് ഇനി വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, എന്ത് വേണേലും ചെയ്യാം. ആ കാണുന്ന മലയുടെ ടോപ്പിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് നമ്മുടെ കാഴ്ചകളൊക്കെ ഈ ഒരു പാറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കയറി വരുന്ന വഴി അതാ, അത് കയറി ഇങ്ങനൊരു പാറയിലോട്ട് എത്തുമ്പോൾ ശരിക്കും ഇത് പകുതി പോലും ആയിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇവിടുന്ന് കിടിലം വ്യൂ ഉണ്ട്. അവിടെ ദൂരെയൊക്കെ ചെറിയ ചെറിയ മലകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ കാണാൻ പറ്റുമോ അറിയില്ല, എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പർ. സൂര്യനൊക്കെ ചെറുതായിട്ട് ഉദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കണ്ടാൽ തോന്നിയില്ല, ഇത് തന്നെയാണ് വഴി. അയ്യോ, നമ്മളവസാനം പാറയുടെ മുകളിലെത്തി. പക്ഷെ ചെറുതായിട്ട് വഴി തെറ്റിയെന്ന് സംശയം. ഇവിടെയും കാടാ, ഇവിടെ മൊത്തം കാടാ. പാറയെന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വഴി തെറ്റി തൊട്ടപ്പുറത്തുള്ളൊരു പാറയുടെ മുകളിലാണെന്ന് തോന്നിയെത്തിയത്. പക്ഷെ ഇവിടെ വ്യൂ അടിപൊളി. ഇപ്പോഴും മഞ്ഞ് നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 8 മണിയാവാറായി. എന്നാൽ പോലും നന്നായിട്ട് മഞ്ഞ് കയറി വരുന്നുണ്ട് താഴേന്ന്. നമ്മൾ വന്ന വഴി ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടൊക്കെ വരും. നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ പാറയുടെ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കാട്ടിലൂടെ പല വഴിയും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2 വഴി കാണുന്നുണ്ട്, പക്ഷെ അത് കുറച്ച് കുത്തനെയുള്ള വഴിയാണ്. ഈ വഴി പോയി നോക്കാം. വീണ്ടും വഴി തെറ്റി വന്ന വഴി ഇനി തിരിച്ച് പോകാം. എന്നിട്ട് നേരത്തെ കണ്ട മറ്റേ വഴി കൂടെ പോയി നോക്കാം. ഈ വഴി ആകെ ഭ്രാന്ത് പിടിച്ച്. ഈ വഴി ഇവിടെ തീരുക, അല്ലെങ്കിൽ ഈ പാറയിൽ കൂടെ വലിഞ്ഞേറി മേളിച്ചെല്ലണം. അങ്ങനെ കുറേ അലഞ്ഞു തിരിഞ്ഞ് പല വഴി തെറ്റി ഒരു വഴി എത്തിയിട്ടുണ്ട്. ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. അയ്യോ, എത്തി. അങ്ങനെ അഞ്ചുമലപ്പാറയുടെ മുകളിലെത്തി.
നമ്മൾ നേരത്തെ നിന്നത് ഈ കാണുന്ന പാറയുടെ തൊട്ടപ്പുറത്തുള്ളൊരു പാറയുടെ മുകളിലാണ്. അവിടുന്ന് കണ്ട വ്യൂ ആയിരുന്നു അതൊക്കെ. നമ്മളിതൊക്കെ മിസ് ചെയ്ത്. അടിപൊളി. ഇതാണ് ശരിക്കുമുള്ള അഞ്ചുമലപ്പാറ. നമ്മൾ നിന്നത് അഞ്ചുമലപ്പാറയിലെ ഏതോ ഒരു പാറ. ഇതിനു മുമ്പ് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് നോക്കിയ സമയത്ത് ഒരുപാട് ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ. പക്ഷേ ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണോ അതോ ഇനി നമ്മുടെ നല്ല സമയം കൊണ്ടാണോ എന്നറിയില്ല, ആരുമില്ലെന്ന് വെച്ചാൽ ഒരു 4 പിള്ളേർ മാത്രമേ ഉള്ളൂ, വേറെ ഒരാളുമില്ല. നീതാൽ നന്നായി. എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോകാം. അവിടെ ഹെൽമെറ്റും ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡിലെ വ്യൂ കൂടെ കാണിച്ചു തരാം. താഴെ കാടാണ്. റബ്ബർ പ്ലാന്റേഷനാണ് മൊത്തം. അതിൻ്റെ ഇടയിൽ കൂടെയാണ് കയറി വരുന്നത്. ശരിക്കും ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് അഞ്ചുമലപ്പാറ മാത്രമല്ല. പക്ഷേ ഞാൻ 2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഒന്ന് അഞ്ചുമലപ്പാറയുടെ വീഡിയോയും ഒന്ന് മറ്റൊരു വീഡിയോയും. അതെവിടേക്കാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പക്ഷേ ഒറ്റ ദിവസം തന്നെ ചെയ്യുന്ന യാത്രയാണിത് രണ്ടും. അങ്ങനെ അഞ്ചുമലപ്പാറയായി. ഇനി ഒരു 10-15 മിനിറ്റ് വിട്ടിരുന്ന് കാറ്റൊക്കെ കൊണ്ട് വിയർപ്പൊക്കെ ഒന്ന് മാറിയിട്ട് ഇറങ്ങണം. അഞ്ചുമലപ്പാറ ശരിക്കും ഞാൻ ആദ്യമായിട്ട് അറിയുന്ന സ്ഥലമൊന്നുമല്ല. കാരണം ഞാൻ പഠിക്കുന്നത് ഇവിടെ തൊട്ടടുത്തുള്ളൊരു കോളേജിലാണ്. ഈ അഞ്ചുമലപ്പാറയുടെ അടിവാരത്തൂടെയാണ് ഞാൻ സ്ഥിരം പോകുന്നതും വരുന്നതും ഒക്കെ. കുറച്ച് കാലമായിട്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. ഇപ്പോൾ ഒന്ന് ഫ്രീ ആയെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയില്ല, എന്നാൽ പോലും കുറച്ച് സമയം കിട്ടിയപ്പോൾ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. ഇന്നത്തെ ഒരു ദിവസം മാക്സിമം യാത്ര ചെയ്യുക, എന്നിട്ട് കുറേ വീഡിയോസ് എടുക്കുക, കുറേ വണ്ടി ഓടിക്കുക, അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എക്സാമിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ദിവസം ഞാൻ മാറ്റി വെച്ചേക്കാണ് എല്ലാ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഇനി പറയാൻ കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിക്കണം, പിന്നെ ഗോപ്രോയുടെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യണം, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അത്ര തന്നെയുള്ളൂ നമ്മുടെ അഞ്ചുമലയിലെ കാഴ്ചകൾ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം, സമയം കളയാനില്ല. ഇപ്പോൾ ഒരുപാട് സമയം പോയി ഞങ്ങൾക്ക് വഴി എത്തിയിട്ടൊക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.